അസ്സലാമു അലൈക്കും. എന്തൊക്കെ സുഖമല്ല എല്ലാവർക്കും. ഇന്ന് കുക്കിംഗ് അല്ല, ഒരു വ്ളോഗാണ് ചെയ്യണത്. അപ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു പാറക്കോറിനെ പറ്റിയാണ് ഞാൻ പറയാൻ പോണത്. ഞങ്ങളുടെ നാട്ടിൽ പാറക്കോറി എന്ന് പറയും, പാറക്കുളം എന്ന് പറയും, ചില ആൾക്കത് പാറമട എന്ന് പറയും. പാറ പൊട്ടിച്ച സ്ഥലമാണിത്. അപ്പോൾ ഇതാണ് സംഭവം. വളരെ മനോഹരമായ ഒരു വ്യൂസ് തന്നെയാണ് ഇവിടുന്ന് കിട്ടുന്നത്. അപ്പോൾ ഇതിനെ പറ്റിയാണ് ഞാൻ ചെറിയൊരു വിവരണം നിങ്ങൾക്ക് തരാം. നല്ല പ്രകൃതിയാണ്, നല്ല രസമാണ് ഇവിടെ കാണാൻ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക്, എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അതുപോലെ ഇതിൻ്റെ നടുവിൽ ഇവിടെ ഒരു പാറ ഇങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ട്. ചെറിയൊരു പാറ. വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്നിരിക്കാൻ നല്ല രസമാണ്. അതാണ് ആ വലിയ പാറ. അതിനും ഒരു ചരിത്രമുണ്ട് പറയാൻ. അത് പണ്ടത്തെ കാലത്ത് ഒരു കിണറുമാതിരി, ഒരു കുഴിമാതിരിയാണ് അതിൻ്റെ നടുവിൽ. അതുകൊണ്ട് അത് പൊട്ടിച്ചാൽ അങ്ങനെ വെച്ചതാണ്. പ്രായമുള്ള ആൾക്കാർക്ക് ഒരുപാട് കഥകൾ പറയാനുള്ളൊരു സ്ഥലം തന്നെ ആയിരിക്കും ഈ ഒരു പാറക്കോറി.
പാറക്കുളത്തിന് ഇവിടെ ഒരു 20 ആക്കിലെ വെള്ളം ഉണ്ടാവും. 20 ആകുന്നല്ല, അതിലേറെ കൂടുതലുണ്ടാകാൻ സാധ്യത. കാരണം ചെറുപ്പത്തിൽ ഞങ്ങളിതിൽ വരുമ്പോൾ ഈ ഭാഗങ്ങളിലെല്ലാം ലോറികൾ അടിയിൽ നിർത്തിയിടുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ കാണാം. അത്രയ്ക്കും ആയണ്ടത്. അപ്പോൾ ആ പാറൻ്റെ ആയിക്കൂടെ ഇങ്ങനെ വണ്ടി വന്നിട്ട് അതിലിങ്ങനെ റോഡാണ്, അതിലിങ്ങനെ വന്നിട്ട് ഇതിലിങ്ങനെ പോയിട്ട് അടി കൂടെ ഇങ്ങനെ തിരിഞ്ഞിട്ട് ഇങ്ങനെ ഇവിടെ വന്നിട്ട് പിന്നെ കല്ലെടുത്തിട്ട് വീണ്ടും വണ്ടി ഇതിലെ തന്നെ പോയിട്ട് ഇതിലിങ്ങനെ കയറി അങ്ങോട്ട് പോകും. അതേന് സംഭവം. ഈ വെള്ളത്തിൻ്റെ കറുപ്പ് ഇത്ര കൂടുതൽ കറുപ്പുണ്ടാകാൻ കാരണം ഇതിൻ്റെ ആയം കൊണ്ടാണ്. ആയം കൂടുതലുണ്ടാകുമ്പോൾ വെള്ളം കറുപ്പുണ്ടാവും എന്ന് പറയണേ കേൾക്കാം. അതുകൊണ്ടായിരിക്കും. എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ഒരുപാട് മീനുകളുണ്ട് ഇതിൽ. പെട്ടെന്നൊന്നും വലയിട്ട് പിടിച്ചാൽ കഴിയൂല, കിട്ടൂല. അതുപോലെ ഒരുപാട് ആൾക്കാർ ജീവൻ നഷ്ടപ്പെട്ടൊരു പാറക്കോറിയും കൂടിയാണിത്. ഒരു 4-5 പേരെന്തായാലും മരിച്ചിട്ടുണ്ടാവും ഈ പാറക്കോറിയിൽ.